ഞാൻ ഈ പെർഫ്യൂമിൻ്റെ റിവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ ഒരു ഫിലിമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു 5-6 ദിവസം കളിക്കും, അത് പോകും. പിന്നെ വേറെ ഫിലിം വരും, അത് കളിക്കും, പോകും. നമ്മുടെ ഹോൾ മാർക്കറ്റിലെ ട്രെൻഡ് പോലെ തന്നെയാണ്. ഒരു ഷർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് കളിക്കും, പിന്നെ അതങ്ങോട്ട് പോകും. പിന്നെ വേറൊരു പുതിയ മോഡൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു പാട്ട് ട്രെൻഡിങ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു 1 മന്ത് അത് കളിക്കും, പിന്നെ അത് പോകും. പിന്നെ വേറെ ഒന്ന് വരും, അത് പോകും. അതുപോലെ തന്നെയാണ് എൻ്റെ പെർഫ്യൂമിൻ്റെ കളക്ഷനിലുള്ള ഒരു ഫേവറേറ്റ് ട്രെൻഡിങ് ലിസ്റ്റ്. ചിലതാദ്യം വരും, പിന്നെ അത് പോകും, പിന്നെ വേറൊന്ന് വരും, അത് പോകും, പിന്നെ വേറൊന്ന് വരും. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് പെർഫ്യൂം ഏതാണ്, സ്റ്റാർട്ടിങ്ങിൽ ഏതൊക്കെയായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഏതാണ്, ഏതൊക്കെ വന്നു, ഏതൊക്കെ വന്ന് പോയി, ഏതൊക്കെയാണ് ഇപ്പോഴും ഫേവറേറ്റ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനൊരു ഊത് ലവറാണ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള 3 ഊത്. ലത്താഫിൻ്റെ ഊദ് മൂദ്, അതുപോലെ ഇത് ലത്താഫിൻ്റെ ഖാലിസ് ഊദ്, ഇത് ലേഷ്യം എന്നുള്ള ബ്രാൻഡിൻ്റെ അറേബ്യ. ഇതായിരുന്നു ഏകദേശം കോവിഡിൻ്റെ ടൈമിലൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം. അതിൻ്റെ മുമ്പിലുള്ള ബോട്ടിലൊക്കെ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അങ്ങനെ ആ ട്രെൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ കളക്ഷനിൽ വന്ന വേറെ 3 ഫേവറേറ്റ് പെർഫ്യൂമാണ് ദിസ് വൺ. ഒന്ന് റസാസിൻ്റെ ഷുഹറ. ഇത് ഇപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ട് ഇല്ല എന്നുള്ള രൂപത്തിലാണ്. നല്ല അടിപൊളി സ്മെല്ലാട്ടത്. ദ നെക്സ്റ്റ് വൺ നമ്മുടെ സിസറേബിൻ്റെ ഷഗഫ് ഊദ് അസ്വദ്. ഇതിപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സിസറേബിൻ്റെ ഷഗഫ് ഊദ്. ഓക്കെ, ഇതെൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് അഹമ്മദ് അൽ മഗ്രിബി എന്നുള്ള ബ്രാൻഡ്. ഞാൻ പറയണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡായിരുന്നു. ഇപ്പോൾ പുതിയ ബ്രാൻഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഇതും ഏകദേശം മടുത്തിട്ടില്ല, പക്ഷെ ഇപ്പോഴും യൂസ് ചെയ്യലുണ്ട്. ദ ഫസ്റ്റ് വൺ ഇപ്പോഴും എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതൊന്നും ഒരിക്കലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് പോകൂല എന്നാണ് എൻ്റെ വിശ്വാസം, അറിയില്ല. അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ബിൻ ഷേക്ക് ദഹ്ലൂദ് വൈറ്റ് മസ്ക് ആംബർ, അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ വിത്ത് ഷുഗർ എഡി തന്നെ. ദ നെക്സ്റ്റ് വൺ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഊദ് റോസ്. ഇതാരോ പറഞ്ഞവർ കേട്ടു, റസാസി ഷുഹറുള്ളവർക്ക് ഊദ് റോസ് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. അത് റോങ് ആണ്. റസാസി ഷുഹറ വേറെ ഡയറക്ഷൻ, റസാസി ഷുഹറിൻ്റെ സ്മെല്ല് വേറെ, ഊദ് റോസിൻ്റെ സ്മെല്ല് വേറെ. രണ്ടും ഒരു DNA വരുന്നുണ്ടെങ്കിലും ഡിഫറൻസ് ഉണ്ട് സ്മെല്ലിൽ. പ്രൊജക്ഷനിൽ കിട്ടുന്ന സ്മെല്ലിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ദ തേർഡ് വൺ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ഊദ് ലാവെൻഡർ. നമ്മുടെ അടിപൊളി സ്മെല്ലാണ്, നൈസ്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് വന്നു, നല്ല രൂപത്തിൽ കത്തി. അങ്ങനെ ഈ ട്രെൻഡ് പതുക്കെ അങ്ങനെ പോയതിന് ശേഷം അങ്ങനെ വീണ്ടും വന്നത് നമ്മുടെ സ്വന്തം അഹമ്മദ് അൽ മഗ്രിബിനാണ്. ഇഗ്നൈറ്റ് ഊദ്, അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ മൈസൺ ക്രിവേലി ഊദ് മറക്കൂജിൻ്റെ ടെസ്റ്റ്. ഓക്കെ, പിന്നെതാ ബോംബെ ഊദ്, നമ്മുടെ ലോയ് വിട്ടൻ്റെ സ്റ്റെല്ലർ ടൈംസ്, അതിൻ്റെ ബ്യൂട്ടിഫുൾ ടെസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ സമ്മർ ഊദ്. ഇതടിച്ചാൽ എനിക്ക് ഒമാൻ ഓർമ്മ വരും. ഞാൻ ഒമാനിൽ പോയപ്പോൾ ഉപയോഗിച്ചിരുന്നു ഈ സാധനം. ഇതടിച്ചോ എനിക്ക് ആ ഒമാനത്തെ ആ റൂമും ഇവിടെ റാഷിദ് ബ്രോൻ്റെ കൂടെയുള്ള നടത്തം അതൊക്കെ ഓർമ്മ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അങ്ങനെ ഈ ട്രെൻഡ് വന്നു. ഈ ട്രെൻഡ് അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ പിന്നെ പതുക്കെ വന്നിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ ട്രെൻഡ്. അതിൽ അഹമ്മദ് അൽ മഗ്രിബി വരുന്നുണ്ട്, അജ്മൽ വരുന്നുണ്ട്, പിന്നെ അൽഹാജിസിൻ്റെ അലക്സാൻഡ്രക്റ്റിൻ്റെ ഇമേജ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഊതാണ്. അജ്മലിൻ്റെ മോശ ഇപ്പോഴും എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. നല്ല ഒരു ഫ്രൂട്ടി ഫ്ലോറൽ ഊതാണ് വരുന്നത്. പിന്നെ ഇത് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ലെതർ, ടോം ഫോർഡ് ടെസ്കൻ ലെതറിൻ്റെ നല്ല ബെറീസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ലെതർ ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ലൂയി വിറ്റൺ ഇമാജിനേഷൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആൾട്ടർനേറ്റീവ് ആണ് ഇമേജ്. ഇതിപ്പോഴും ഞാൻ ഉപയോഗിക്കലുണ്ട്, നൈസ് വൺ. അങ്ങനെ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കളക്ഷനിലോട്ട് പതുക്കെ വേറൊരു ബ്രാൻഡ് വന്നു. അതാണ് നമ്മുടെ അസ്ഹിം അഹമ്മദ് അൽ മഗ്രിബിൻ്റെ മർജ്. ഇത് അസ്ഹൻ്റെ വെറ്റിവർ പെപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്. പക്ഷെ അന്നൊക്കെ ഭയങ്കര നല്ലോണം യൂസ് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഇതിനെ ചെയ്യണം. കാരണം പുതിയ ഫ്രാഗ്രൻസ് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അപ്പോൾ ഏതങ്ങനെ ചിലത് മറന്നു പോകും. ഓക്കെ, ഇത് നെക്സ്റ്റ് വൺ അഹമ്മദ് അൽ മഗ്രിബിൻ്റെ മർജ്. യുഎയിലൊക്കെ കുറേ പേര് ഈ ബോട്ടിൽ വെച്ചിട്ട് ഫേക്ക് സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ചെയ്യരുത്. ദ നെക്സ്റ്റ് വൺ അസ്ഹൻ്റെ മിഷ് അൽ ഊദ്. അടിപൊളി സ്മെല്ലാട്ടത്. നല്ലൊരു ടൊബാക്കോ വിത്ത് ബബിൾ ഗമ്മി ലെതറിൻ്റെ ഊതിൻ്റെ സ്മെല്ലാണ്. ഓക്കെ, അങ്ങനെ ഈ ട്രെൻഡ് പതുക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ മർജിൻ്റെ ട്രെൻഡ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും റണ്ണിങ് ആണ്, അത് വേറെ വിഷയം. പക്ഷെ പിന്നെ പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് അങ്ങനെ വന്ന 2-3 പെർഫ്യൂമാണ്. അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ലത്താനി,
സിസ് അറേബ്യൻ്റെ ഷുഹം അൽ ഖുത്ര. ഇതിപ്പോഴും എൻ്റെ ഒരു ലിസ്റ്റിലുണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. നമ്മൾ ഇപ്പോൾ എന്നും ബിരിയാണി കഴിച്ച് നമുക്ക് മടുത്ത് പോകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരട്ടൊക്കെ ആകുമ്പോൾ അതിനോടൊരു അടുപ്പം തോന്നും, അതിനോടൊരു കൊതി തോന്നും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഫ്രാഗ്രൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യലുള്ളൂ. പിന്നെ അഹമ്മദ് അൽ മാരിബിൻ്റെ റൗള, നമ്മുടെ മദീന റൗള ഷെരീഫിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധമുണ്ട്, അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇറക്കിയതാണ് റൗള. അങ്ങനെ ഈ ട്രെൻഡ് പതുക്കെ അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ കളക്ഷനിലോട്ട് വന്നിട്ടുള്ള വേറെ കുറച്ച് ഫേവറേറ്റ് പെർഫ്യൂമാണ് സിസ് അറേബ്യൻ്റെ ഊദ് 74, അതുപോലെ റൈഹാൻ്റെ എൽവുഡ് ദ ബീസ്റ്റ് മോഡ് വൈറ്റം. ദ നെക്സ്റ്റ് വൺ നമ്മുടെ ഖുറൈഷി ബ്ലെൻഡ് ഫ്രം അബ്ദുൽ സമദ് അൽ ഖുറൈഷി. അങ്ങനെ ഇതൊക്കെ ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ പതുക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പതുക്കെ എൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ള 2 പെർഫ്യൂമാണ് നമ്മുടെ റസാസിൻ്റെ ആംബർ സിൽക്ക്, അതുപോലെ ഹൂദൽ ഹയാം. ഇത് രണ്ടും അടിപൊളി സ്മെല്ലാട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദിയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂം വരുന്നത്. അങ്ങനെ അതും പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് വന്നു. ഇത് രണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ഫേവറേറ്റ് ലിസ്റ്റ് നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. കാരണം ഇതൊരു ഊതൊന്നുമല്ല. ഞാനിത് ലദോർ ബഹൂർന്ന് കണ്ടപ്പോൾ മറ്റേ ബഹൂറിൻ്റെ ഒക്കെ അടിപൊളി സ്മെല്ലായിരിക്കും എന്ന് കരുതി വാങ്ങിയതാണ്. ബഹൂറിൻ്റെ സ്മെല്ലല്ല, പക്ഷേ സ്മെല്ല് കിട്ടില്ല കേട്ടോ. യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു യൂണീക്ക് ഐറ്റം. ഏതിൻ്റെ ടേക്ക് ഓൺ എനിക്കറിയില്ല. ഇത് നമ്മുടെ അസാഫിൻ്റെ വൈൽഡ് കോട്ട്, ഇത് നമ്മുടെ ഇമ്പീരിയൽ വാലിൻ്റെ സ്മെല്ലാണ്. ഇത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഈ ട്രെൻഡ് അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് കുവൈത്തിൽ നിന്ന് ഒരു സാധനങ്ങളെത്തി. നമ്മുടെ സ്വന്തം ഖിസ്സൻ്റെ ഇമ്പീരിയൽ വാലി, ഇതിപ്പോഴും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. പിന്നെ ഖിസ്സൻ്റെ ലാലൂണ വാലി, ഇത് ലിസ്റ്റിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച് നോക്കണം എന്ന് പലവട്ടം പറയുന്നു, പക്ഷേ ഇതിലേക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഹഡ്സൺ വാലി, ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജാപ്പിജൻ്റെ സ്കാൻഡലിൻ്റെ ഒരു ടിസ്റ്റാണ് വരുന്നത്. പിന്നെ വീണ്ടും പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട്, എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് വന്ന 3 പെർഫ്യൂമാണ് നമ്മുടെ കിസ്സൻ്റെ അക്കോയ, പിന്നെ നമ്മുടെ അഹമ്മദ് അൽ മാരിബിൻ്റെ അഹ്ല്. ഇതും നമ്മുടെ അക്കോയായിട്ട് നല്ല ടച്ച് ഉണ്ട്, നല്ല സാമ്യമുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഓറിയൻ്റൽ ഫ്രാഗ്രൻസ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഊത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കിസ്സൻ്റെ വൺ ആൻഡ് ഓൺലി നൈസ് വൺ. ഓക്കെ, അങ്ങനെ ഇതിപ്പോഴും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. അങ്ങനെ പിന്നെ പതുക്കെ ലിസ്റ്റിൽ വന്നതാണ് എസ്കാലോൻ്റെ അൽഫ് റൂഹ്, അതുപോലെ നമ്മുടെ മാജിദ് ലൂദിൻ്റെ നോയർ. അടിപൊളി സ്മെല്ലാട്ടോ അതൊക്കെ. നോയർ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അതുപോലെ അൽഫ് എൻ്റെ 2ാമത്തെ ബോട്ടിലാണ്, പൊട്ടിച്ചിട്ടില്ല. അൽഫ് ഇപ്പോഴും ഇന്നും ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് അവരുടെ റൂഹ് എന്ന് പറയും. അടിപൊളി യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ മസ്കി ഫ്രാഗ്രൻസ്, യൂണീക്കാണ്. ഇതിൽ നിന്നൊന്നും ലിസ്റ്റ് ഔട്ടായി പോയിട്ടില്ല. അങ്ങനെ ഈ ഒരു ട്രെൻഡ് പതുക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ ബ്രാൻഡിൽ, എൻ്റെ കളക്ഷനിൽ വന്ന 3 പെർഫ്യൂമാണ് റീഫിൻ്റെ ഒരുപാട് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 3 സാധനം കാണിച്ചുതരാം. റീഫിൻ്റെ 31, ഓക്കെ റീഫിൻ്റെ 33, അതുപോലെ റീഫ് 33 ബ്ലാക്ക്, 33 വൈറ്റ്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പതുക്കെ എൻ്റെ കളക്ഷനിൽ വന്നതാണ് വീണ്ടും കിസ്സൻ്റെ കുവൈത്തിൽ നിന്ന് കിസ്സൻ്റെ കുറച്ച് പെർഫ്യൂം, കിസ്സൻ്റെ ലിക്വിഡ് ഗോൾഡ്. പിന്നെ ഇത് കിസ്സൻ്റെ വോള, ഇത് നമ്മുടെ ടിലിയൻ്റെ ടിസ്റ്റാണ് വരുന്നത്. ടിസ്റ്റ് എന്ന് പറയാം, ടിസ്റ്റാണ്. നെക്സ്റ്റ് വൺ സീന വാലി. ഇത് നൈസ് സാധനം കേട്ടോ ദിസ് വൺ. ഇതിപ്പോഴും എൻ്റെ ലിസ്റ്റിൽ, ഇപ്പോഴും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഈ സാധനങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് പതുക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് വന്ന ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് അജ്മലിൻ്റെ പ്രോഡക്റ്റാണ്. അജ്മലിൻ്റെ മുഷ്രിക്ക, ഐ ലവ്ഡ് ഇറ്റ്. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി സ്മെല്ല്, ലാസ്റ്റിംഗ് കുറവാണെങ്കിലും സ്മെല്ല് പോലെയാണ്. ഇത് അജ്മലിൻ്റെ ഔറം, ഇതൊരു ജം എന്ന് പറയാൻ പറ്റും. പിന്നെ ക്ലാസിക് ഫ്രാഗ്രൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് ഫ്രാഗ്രൻസ് ഇൻ മൈ കളക്ഷൻ പറയുകയാണെങ്കിൽ അജ്മലിൻ്റെ ഇവോക്ക് ഗോൾഡ് എഡിഷൻ. പൊളി സ്മെല്ല, ഒന്നും പറയാനില്ല. അങ്ങനെ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് വന്നതിന് ശേഷം പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് വന്നിട്ടുള്ള ബ്രാൻഡാണ് ദിസ് വൺ. ഇത് മൈസൺ ആൻ്റണി മറിമിൻ്റെ ഷേക്കൽ ഫറാൻസി. എന്താ സ്മെല്ലെന്ന് അറിയത്. ഇതെല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്മെല്ലല്ല, അതുകൊണ്ട് കണ്ണും ചിമ്മി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പക്ഷേ സാധനം അടിപൊളിയാണ്, പക്ക ഊതാണത്. നെക്സ്റ്റ് വൺ ട്രയോളജി ഫ്രം ഫെന്നക്ക്, ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ല്. നെക്സ്റ്റ് വൺ ബേസ്റ്റ് മോഡാണ് നമ്മുടെ എക്സ്വി പെർഫ്യൂമിൻ്റെ ഹുലൂദ് 1. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള റിച്ച് ഒരു നീഷ് ലെവൽ വരുന്ന ഫ്രാഗ്രൻസ് ആണ്
കൊലുതുവാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ കളക്ഷനിലോട്ട് വന്നിട്ടുള്ള കുറച്ച് പുതിയ പെർഫ്യൂമാണ് നമ്മുടെ അഷ്കർ അലിൻ്റെ ഊദ്. ഓക്കെ, അവരുടെ ഊദ് എന്നുള്ള പെർഫ്യൂം. ഇത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ പെർഫോമൻസ് കമ്മിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഇത് സിംഗിളായിട്ട് യൂസ് ചെയ്യാതെ ഇതിൻ്റെ കൂടെ ബഹൂർ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നല്ല ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം പ്രൊജക്ഷൻ കുറച്ച് കമ്മി കിട്ടി, എന്നിരുന്നാലും ലാസ്റ്റിംഗ് 8+ hours കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ഈ ഒരു ഊദിൻ്റെ തന്നെ സ്വന്തം ബഹൂർ, ഈ പെർഫ്യൂമിൻ്റെ സ്വന്തം ബഹൂർ വരുന്നുണ്ട്. അതും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നല്ല പെർഫോമൻസ് കിട്ടും. അതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ്, അറബ്സ് യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡാണ്. മാത്രമല്ല അഷ്കർ എന്നുള്ള ബ്രാൻഡ് അറബ്സാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അവർ ഇത് രണ്ടും അങ്ങനെ വാങ്ങി ആദ്യം സ്പ്രേ അടിക്കും, ബഹൂർ പുകയും, പിന്നെ 2-3 സ്പ്രേയും കൂടെ അടിക്കും. ഓക്കെ, പിന്നെയാണ് റെയ്ഹാൻ്റെ കോർഡോവ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. ചിലത് ഫേവറേറ്റ് ലിസ്റ്റിൽ വരും, ചിലത് വന്ന് ഒരു 1-2-3 മാസം കളിച്ചിട്ട് അത് പിന്നെ പതുക്കെ ഇങ്ങോട്ട് പോകും, പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പൊടി തട്ടിയെടുക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 മേലൊന്നും ഒതുങ്ങുന്നതല്ല, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. കാരണം എൻ്റെ ബാക്കിൽ എൻ്റെ കളക്ഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, 1000-1000 പെർഫ്യൂം വരുന്നുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും എടുത്തിടാൻ പറ്റില്ല, 2 എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല. കാരണം നമ്മുടെ ഒരു ക്രൈസ് ഇതായതുകൊണ്ട് നമുക്ക് പല ഫ്രാഗ്രൻസിനോടും താല്പര്യം തോന്നിയേക്കാം, പലതും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റ് ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു 10 പെർഫ്യൂം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 5 പെർഫ്യൂം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് 2 പെർഫ്യൂം എടുത്തിടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ആ ഒരു ചോദ്യം എന്നോട് എൻ്റെ ഫേവറേറ്റ് 2 പെർഫ്യൂം എന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് പറയാനും പറ്റില്ല. അതാണ് പറഞ്ഞത്, ഫേവറേറ്റ് ലിസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് പണ്ടേ എൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ എടുത്താണ്, പലതും അങ്ങനെ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം, ഇനിയും ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റിൽ എടുക്കാനുണ്ട്, വിട്ടുപോയതാണ്. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാണെന്നുള്ള താഴെ കമൻറ്റ് വരും.